ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗാർഗി പാർവതിയോട് പറയും, വിപിൻ വിവാഹത്തിന് സംബന്ധിച്ച സ്ഥിതിക്ക് കൂടുതലൊന്നും ചിന്തിക്കാനില്ല. പാർവതിയുടെ അഭിപ്രായം അതുതന്നെയല്ലേ? എന്തുത്തരം പറയണമെന്ന് എനിക്ക് അറിയില്ല ഗാർഗി. അപ്പോൾ ഗാർഗി പറയും, നിങ്ങൾ കൊള്ളാമല്ലോ, വിപിനെ പലരും വിവാഹം ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഉറപ്പല്ലേ? അതെ ഗാർഗി, താല്പര്യമില്ലാത്ത വിപിന്റെ തലയിലേക്ക് പല്ലവിയെ കെട്ടിവെക്കാൻ പാർവതി തയ്യാറാണോ? അല്ല. എങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാൽ മതി. നിങ്ങൾ വന്നേ, നമുക്ക് വിപിനും ജാസ്മിനും തമ്മിലുള്ള വിവാഹം നടത്താം. അപ്പോൾ വിശാൽ പാർവതിയോട് പറയും, എനിക്ക് പാർവതിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ശരിക്കും നീ എൻ്റെ അഭിമാനമാണ് പാർവതി. ഭർത്താവിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഒരു ഭാര്യയും എടുക്കാത്ത തീരുമാനമാണ് നീ എടുത്തത്. എനിക്ക് നാണക്കേടുണ്ടാകുമെന്ന് കരുതിയല്ലേ ജാസ്മിനെ വിവാഹം കഴിച്ചോളാൻ നീ എന്നോട് പറഞ്ഞത്? അതെ സർ, എല്ലാവരുടെയും മുമ്പിൽ ആ വീഡിയോയുടെ പേരിൽ സാർ അപമാനിതനാകുന്നത് എനിക്ക് സഹിക്കാനാവുമായിരുന്നില്ല. അതിന് ജാസ്മിനെ വിവാഹം കഴിക്കുന്നത് മാത്രമേ ഒരു പരിഹാരമായി എനിക്കപ്പോൾ തോന്നിയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അതിന് സമ്മതിച്ചത്. പക്ഷേ അതിന് സമ്മതിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഉരുകുകയായിരുന്നു. അപ്പോൾ വിശാൽ പറയും, ഇപ്പോൾ ആ പ്രയാസങ്ങളെല്ലാം മാറിയില്ലേ? പിന്നെ എന്തിനാ ഈ കരയുന്നത്? ഇതെല്ലാം ജാസ്മിൻ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും, എല്ലാം ശുഭമായി തീർന്നു എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. ഒന്നും കഴിഞ്ഞിട്ടില്ല പാർവതി. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് വിശാലും ജാസ്മിനും തമ്മിലുള്ള വിവാഹം തന്നെയായിരിക്കും. വിശാലിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. അപ്പോഴാണ് വിപിൻ വിശാലിന്റെയും പാർവതിയുടെയും ഗാർഗിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ വിശാൽ വിപിനോട് ചോദിക്കും, പല്ലവിയെ നിനക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞല്ലോ, എന്താ നിന്റെ അഭിപ്രായം? അപ്പോൾ വിപിൻ പറയും, വെറുതെ അതൊന്നും സംസാരിച്ചിട്ട് സമയം പാഴാക്കണ്ട ഏട്ടാ. നിങ്ങൾ വാ, താലികെട്ട് നടത്തണം. ജാസ്മിനെ വിവാഹം കഴിക്കണമെന്ന് കരുതി, അത് നടക്കട്ടെ, നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് വിപിൻ അവരെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. അതേസമയം പല്ലവി ചിന്തിക്കുന്നത് വിപിൻ സാറും ജാസ്മിനും തമ്മിലുള്ള വിവാഹം മുടക്കി വിപിൻ സാറിനെ കൊണ്ട് പല്ലവിയുടെ കഴുത്തിൽ എങ്ങനെ താലി കെട്ടിക്കാം എന്നാണ് കേട്ടോ. അപ്പോഴേക്കും വിപിൻ ജാസ്മിനെ താലി കെട്ടാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് വിപിൻ സാർ എന്ന് വിളിച്ച് പല്ലവി കതിർ മണ്ഡപത്തിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് പറയും, സാർ ഇവളെ കല്യാണം കഴിക്കരുത്. ഇവളെ കല്യാണം കഴിച്ചാൽ ഈ വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. ഇത് കേൾക്കുമ്പോൾ പാർവതി പറയും, നീയായിട്ട് പല്ലവി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പൊ പല്ലവി പറയും, അതെ, ഞാൻ തീരുമാനിച്ചോളാം. ഈ കല്യാണം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. അപ്പോൾ വിപിൻ പല്ലവിയോട് ചോദിക്കും, ഇത് നടന്നാൽ എന്താ കുഴപ്പം? ഞാൻ ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ നിനക്ക് എന്താ കുഴപ്പം? അപ്പൊ പല്ലവി പറയും, ദേ വിപിൻ സാറേ, എന്റെ മുമ്പിൽ പൊട്ടം കളിക്കരുത്. അപ്പൊ പ്രഭാവതി ചോദിക്കും, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അപ്പൊ ജാസ്മിന്റെ പപ്പ പറയും, നിങ്ങൾ കുടുംബക്കാർ എല്ലാവരും കൂടെ എന്നെയും എൻ്റെ മോളെയും കുരുങ്ങു കളിപ്പിക്കുകയാണോ? അപ്പൊ വിശാല് ചോദിക്കും, എന്താ പല്ലവി നിന്റെ ഉദ്ദേശം? നീ എന്തിനാണ് ഈ വിവാഹം തടയാൻ നോക്കുന്നത്? നിനക്ക് എന്താ വേണ്ടത്? അപ്പൊ പല്ലവി പറയും, എന്നെ വിപിൻ സാർ വിവാഹം കഴിക്കണം. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. അത് മറച്ചു വെച്ചാണ് വിപിൻ സാർ ജാസ്മിനെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പൊ വിപിൻ പറയും, നിനക്ക് എന്നോട് പ്രണയം ഉണ്ടായിരിക്കും, പക്ഷേ എനിക്ക് നിന്നോട് യാതൊരു പ്രണയവും ഇല്ല. അപ്പൊ പല്ലവി പറയും, വിപിൻ സാർ പറയുന്നത് പച്ചക്കള്ളാണ്. വിപിൻ സാറിനോട് എന്നോട് പ്രേമവും ഇഷ്ടവും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിപിൻ സാറിന്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നത്? ഇത് കേട്ട് അവിടെയുള്ള എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് പല്ലവി വിപിനോട് ചോദിക്കും, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ സാറേ. കാര്യം കഴിഞ്ഞപ്പോൾ പല്ലവി ഇപ്പോൾ വെറും കറിവേപ്പിലായി അല്ലേ? അപ്പോൾ പാർവതി പല്ലവിയോട് ചോദിക്കും, നീ പറയുന്നതൊക്കെ സത്യമാണോ? അതോ കല്യാണം മുടക്കാൻ വേണ്ടി ഇല്ലാത്തത് പറയുകയാണോ നീയെ? അപ്പോൾ പല്ലവി പറയും, എനിക്ക് ചോദിക്കാനുള്ളത് വിപിൻ സാറിനോടാണ്. ഇപ്പൊ സാറിന് എന്നെ ഒഴിവാക്കണോ അല്ലേ? നിങ്ങൾ എന്നെ ഒഴിവാക്കിയാൽ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യണം? അതുകൂടെ സാറ് പറ. അപ്പൊ വിശാല് വിപിനോട് ചോദിക്കും, പല്ലവി പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അപ്പൊ സുശീല പറയും, എന്തു വാസ്തവം? അനിയത്തിയും ചേച്ചിയും കൂടെ നമ്മുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി ഓരോരോ പദ്ധതിയായിട്ട് നടക്കുകയല്ലേ? അപ്പൊ പ്രഭാവതിയോട് പതുക്കെ പറയും, രംഗ ആകെ മാറി മറിയുകയാണല്ലോ ചേച്ചി, നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പ്രഭാവതി തൽക്കാലം മിണ്ടാതിരിക്കാന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പ്രഭാവതി പല്ലവിയോട് പറയും, വെറുതെ വിപിന്റെ നേരെ ആരോപണം ഉന്നയിക്കരുത്. ഇനി നീ പറയുന്നത് വാസ്തവാണെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരും. അപ്പോൾ സുശീല പറയും, പല്ലവി പറയുന്നതിൽ വാസ്തവം ഉണ്ടെന്ന് എങ്ങനെ തെളിയിക്കും? അപ്പോൾ പ്രഭാവതി പറയും, അതിനല്ലേ നമ്മുടെ ഡോക്ടർ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിപിൻ പറയും, പല്ലവി പരിശോധിക്കണ്ട, പല്ലവി പറഞ്ഞത് സത്യം തന്നെയാണ്. ഇവളുടെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞാണ്. ഇത് കേട്ടതും വിശാൽ പോയി വിപിനൊന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, ഇങ്ങനൊരു ബന്ധം ഉണ്ടായിട്ടും നീ പല്ലവിയെ ഒഴിവാക്കി ജാസ്മിനെ കല്യാണം കഴിക്കാൻ തയ്യാറായി അല്ലേ? ഇനി നീ ജാസ്മിനെ വിവാഹം കഴിക്കണ്ട, നീ താലി കെട്ടേണ്ടത് പല്ലവിയാണ്. എന്നിട്ട് ജാസ്മിനോട് പറയും, നിന്റെ വിവാഹം മുടങ്ങിയതിൽ എനിക്ക് വിഷമമുണ്ട് ജാസ്മിൻ. ഇപ്പോ വിപിൻ നിന്നെ വിവാഹം കഴിച്ചാൽ
അത് പല്ലവിയോട് ചെയ്യുന്ന ചതിയായിരിക്കും. എനിക്കും നിന്നെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. ഇപ്പോ വിപിനും പല്ലവിയും തമ്മിലുള്ള വിവാഹം നടക്കട്ടെ, അതിനുശേഷം നിന്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം. അപ്പോ ജാസ്മിന്റെ ഡാഡി പറയും, ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ എണ്ണി കണക്ക് പറയിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ജാസ്മിനെയും കൂട്ടിക്കൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ വിപിൻ പല്ലവിയുടെ കഴുത്തിൽ താലി കെട്ടാണ് കേട്ടോ. അപ്പോ പാർവതി മനസ്സിൽ പറയും, പല്ലവി പറഞ്ഞത് കള്ളമാണെന്ന് അറിഞ്ഞിട്ടും വിപിൻ എന്തിനായിരിക്കും ഈ വിവാഹത്തിന് തയ്യാറായത്? പിന്നെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ വിശാലിനോട് പാർവതി പറയും, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിച്ചിട്ടും കാര്യമില്ല. യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. പറയാൻ എളുപ്പമാണ് പാർവതി, പക്ഷേ ഇവിടെ നടന്നതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ പാർവതി പറയും, വിപിനും പല്ലവിയും തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞു, അത് നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും നടന്നത് തന്നെയല്ലേ. അപ്പൊ വിശാല് പറയും, അവർ തമ്മിലുള്ള വിവാഹം നടന്നതിലല്ല എന്റെ വിഷമം. വിപിൻ പല്ലവിയോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവൻ ചെയ്തത് ശരിയാണോ? അവൻ എന്റെ അനിയനായി പോയി, അതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത്. വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ അവനിപ്പോ ജയിലിൽ കിടക്കുമായിരുന്നു. അപ്പൊ പാർവതി പറയും, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. എന്റെ അനീതി ആയതുകൊണ്ട് പല്ലവി പറയുന്നതെല്ലാം ഞാൻ കണ്ണു അടച്ച് വിശ്വസിക്കില്ല. അതിനർത്ഥം പല്ലവി കള്ളം പറഞ്ഞു എന്നാണോ? അത് ഞാൻ തീർത്തു പറയില്ല. അവളൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ അവൾ ഏതു മാർഗവും സ്വീകരിക്കും. അപ്പൊ വിശാല് പറയും, വിപിനുമായുള്ള വിവാഹം നടക്കാൻ വേണ്ടി പല്ലവി നടത്തിയ നാടകമാണോ അത്? ഗർഭിണിയാണെന്ന് അവൾ കള്ളം പറഞ്ഞതാണോ? അതിനും സാധ്യതയുണ്ട് സാർ. പക്ഷേ ഡോക്ടർ വന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾ വളരെ കൂളായിട്ടല്ലേ അവിടെ നിന്നത്. അവളുടെ നിൽപ്പും ഭാവവും കണ്ടിട്ട് അവൾ വെറുതെ പറഞ്ഞതല്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയായാലും മാനം പണയം വെച്ച് പല്ലവി ഇത്തരത്തിലൊരു നാടകം കളിക്കുവോ? അപ്പൊ പാർവതി പറയും, പല്ലവി പറഞ്ഞത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. അവൾ ഗർഭിണിയാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ അത് ഞാൻ വിശ്വസിക്കൂ. അപ്പൊ വിശാല് പറയും, എന്തൊക്കെയായാലും നമ്മുടെ കുടുംബത്തിന്റെ മാനം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാം എന്റെ അനിയത്തി കാരണമാണ് അല്ലേ സാറേ? അവളെ അന്ന് തന്നെ തിരിച്ചുവിട്ടാൽ മതിയായിരുന്നു. അപ്പൊ വിശാല് പറയും, പല്ലവി എന്തിനു കുറ്റം പറയണം? കുറ്റപ്പെടുത്തേണ്ടത് വിപിനെയാണ്. അവനല്ലേ പല്ലവിയോട് ഈ ചതി കാണിച്ചത്. അപ്പൊ പാർവതി പറയും, യാഥാർത്ഥ്യം അറിയുന്നവരെ വിപിനെ പ്രതിസ്ഥാനത്ത് നിർത്തരുത് എന്നാണ് എന്റെ അഭിപ്രായം. പാർവതിക്ക് എങ്ങനെ വിപിന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കാൻ കഴിയുന്നു? എന്റെ സഹോദരൻ എന്ന പരിഗണനയാണോ നീ അവന് കൊടുക്കുന്നത്? അത് വേണ്ട. തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ഞാൻ വിപിന്റെ പക്ഷം പിടിച്ച് സംസാരിച്ചതല്ല സാറേ. എന്റെ ചിന്താഗതി മറ്റൊന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ വിശാൽ സാറിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് വിപിൻ ഇത് ചെയ്തതെങ്കിലോ? സാറിനെ രക്ഷിക്കാനല്ലേ അവൻ ജാസ്മിനെ വിവാഹം ചെയ്യാൻ പോയത്? അപ്പോഴല്ലേ പല്ലവി ആരോപണമായി വന്നത്. അപ്പോ വിപിന്റെ മുന്നിൽ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പല്ലവി പറഞ്ഞത് വിപിൻ അംഗീകരിച്ചു. അങ്ങനെയാണെങ്കിലോ സത്യം ബോധ്യപ്പെടുത്തുന്നവരെ വിപിനോട് സാറ് ദേഷ്യപ്പെടരുത്. അതേസമയം സുശീല വിപിനോട് വന്നിട്ട് പറയും, നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. ആ തിരക്കിൽ എനിക്കത് പറ്റിയില്ല. അപ്പൊ വിപിൻ പറയും, ഞാൻ ആകെ സ്വസ്ഥത കെട്ട് നിൽക്കുകയാണ്. ഒന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഇത് കേൾക്കുമ്പോൾ സുശീല പറയും, നിന്റെ സ്വസ്ഥത നശിപ്പിച്ചത് ഞാനാണോ? നീയായിട്ട് തന്നെയാണ് നിന്റെ സമാധാനവും സ്വസ്ഥതയൊക്കെ നശിപ്പിച്ചത്. ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവാണ് വിവാഹം. ആ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ വളരെയധികം ആലോചിക്കണം, ശ്രദ്ധിക്കണം. നീ അതൊന്നും ഓർത്തില്ല. അവൾ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തപ്പോൾ നീ പേടിച്ച് അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായി. വിവാഹം കഴിച്ചു. ആണുങ്ങളായാലേ കുറച്ച് ബുദ്ധിയും തൻ്റെ ഒക്കെ വേണം. നിനക്കത് ഇല്ലാതെ പോയി. ഏതായാലും നിനക്കൊരു അബദ്ധം പറ്റി. അത് ഇരുചീവി അറിയാതെ സോൾവ് ചെയ്യണമായിരുന്നു. ഒരു ഗുളികയിൽ തീരുന്ന പ്രശ്നമാണ് ഇപ്പോ കല്യാണത്തിൽ കലാശിച്ചത്. അപ്പൊ വിപിൻ പറയും, ആന്റി എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ആന്റി ഉദ്ദേശിക്കുന്ന പോലെ എനിക്കൊരു അബദ്ധവും പറ്റിയിട്ടില്ല. അപ്പൊ സുശീല പറയും, നീ ഇനി കൂടുതലൊന്നും പറയണ്ട. ഏതായാലും നിന്റെ ജീവിതം ഇനി ആ പല്ലവിയുടെ കയ്യിലാണ്. നീയെ ഒരു പമ്പര വിഡ്ഢിയാണ്. നിസാരയായ ഒരു പെണ്ണിന്റെ മുമ്പിൽ പരാജയപ്പെട്ട നിന്നെ ഇനി എന്തിനു കൊള്ളാം? എല്ലാത്തിനും കാരണക്കാരി ആ പാർവതിയാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവളെ നിന്റെ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ നിന്റെ ലൈഫ് ഇങ്ങനെ നശിക്കില്ലായിരുന്നു. നീ കാരണം നഷ്ടപ്പെട്ടത് ഈ കുടുംബത്തിന്റെ അഭിമാനമാണ്. എന്തായാലും മാനം കപ്പൽ കയറി. അതിന് എങ്ങനെ തിരികെ പിടിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് സുശീല ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. സുശീൽ പറയുന്നത് കേട്ട് വിഷമത്തോടെ നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.